ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിശ്ത്രി. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുപ്പി. എനിക്കിത് മണ്ണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല, കാരണം ഈ കുപ്പിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ആക്രിലിക് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി സാധാരണ ഇനാമൽ പെയിൻറ് വേണമെങ്കിൽ അതും അപ്ലൈ ചെയ്യാം, അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരേ ഡയറക്ഷനിൽ തന്നെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഉണങ്ങണ സമയത്ത് നമ്മൾ ഈ ബ്രഷ് വലിച്ചിട്ടുള്ള ഈ പാടുകളൊക്കെ നന്നായിട്ട് തന്നെ കാണും. ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഇനി സ്പോഞ്ച് വെച്ച് ചെയ്യുകയാണെങ്കിലും ഒരേ ഡയറക്ഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ബോട്ടിൽ മുഴുവനായിട്ടും പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങും, അത്ര ടൈമൊന്നും എടുക്കൂല. എന്നാലും വെയിലത്ത് വെച്ച് ഉണക്കണതാവും ഏറ്റവും നല്ലത്. അപ്പം ബോട്ടിൽ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. കണ്ടോ, കയ്യിലൊന്നും പോരുന്നില്ല. നല്ല അടിപൊളിയാണ്, നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യെല്ലോ കളറും ഗ്രീൻ കളറും സെലക്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോ ഫ്ലവറാണ്, ഗ്രീന് പിന്നെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ബ്രഷ്. ജസ്റ്റ് നമ്മൾ ആ കളറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പുറകിന്ന് ഉള്ളിലേക്ക് ഒരു വര വരച്ചു കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു വര വരച്ചു കൊടുക്കുക. അതേ സെയിം വലുപ്പത്തിൽ ഒരു 5 or 6 ഇതളുകൾ വരച്ചെടുക്കുക. കണ്ടോ, ഒരേ ഡയറക്ഷനിൽ തന്നെ വരച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ഫ്ലവർ വരയ്ക്കണത് കാണുമ്പോൾ മനസ്സിലാവും. സിമ്പിളാണ്, ജസ്റ്റ് ഒരു വര വരച്ചാൽ മാത്രം മതി. കണ്ടോ, എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 5 or 6 ഇതളുകൾ വരച്ചെടുക്കുക. അതൊക്കെ നമ്മളിഷ്ടമാണ്. ഒരേ ഡയറക്ഷനിൽ തന്നെ വരയ്ക്കണം. ഞാനിത് ചിലപ്പം തെറ്റിപ്പോണൊക്കെ ഉണ്ട്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ വരച്ചെങ്കിലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ വരുള്ളൂ. നമ്മളെ ബോട്ടിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടും ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഷേപ്പിൽ, ഇനിയിപ്പോൾ റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ വരയ്ക്കുക. നമുക്കിഷ്ടമുള്ള ആ ഒരു ഷേപ്പിൽ ഫ്ലവർ വരച്ചെടുക്കുക. ഇനി അതിൻ്റെ നടുക്ക് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് ജസ്റ്റ് ഒരു കുത്തിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാപ്പി കളറൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം റെഡും ബ്ലാക്കും യെല്ലോയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ചെറിയൊരു ബ്രൗണിൻ്റെ ഷെയ്ഡിലാക്കിയ ശേഷം നമുക്ക് ഫ്ലവറിൻ്റെ നടുക്ക് ജസ്റ്റ് ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കുക.
ഫ്ലവറിന്റെ നടുക്ക് മാത്രമേ നമ്മളെ ഈ കളർ വീഴാൻ പറ്റുള്ളൂ. ബോട്ടിലിന്റെ മറ്റേ സൈഡിലൊന്നും കളർ ആവരുത്, ഇപ്പൊ രസം ഉണ്ടാവില്ല കാണാനായിട്ട്. ഫ്ലവറിന്റെ നടുക്ക് നല്ല ശ്രദ്ധിച്ചിട്ട് ഡിപ്പ് ചെയ്ത് കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ലീഫ് ചെയ്യണം. അപ്പം ജസ്റ്റ് ഈ ഒരു ബോക്സിലുള്ള, ഞാൻ ആദ്യം ഒരു ബോക്സ് കാണിച്ചില്ലേ, അപ്പം ഈ ബോക്സിലുള്ള ഗ്രീന് നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പം ഇതിക്ക് കുറച്ച് യെല്ലോ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലീഫും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ലീഫും ജസ്റ്റ് ഒരു വര വരച്ചാൽ മതി. നേരത്തെ ഏതള് വരച്ചില്ലേ അതുപോലെ തന്നെയാണ് ലീഫും. ജസ്റ്റ് ആ ഒരു ഫ്ലവറിന്റെ ചുറ്റും ഓരോരോ വര ഇങ്ങനെ വരച്ചെടുത്താൽ മതി. നമ്മൾ കംപ്ലീറ്റ് ആവുമ്പം എല്ലാ ഫ്ലവറിലും ഇത് വരച്ചെടുക്കുമ്പം നല്ല രസം ഉണ്ടാവും കാണാൻ. നമ്മൾ ഈ വീഡിയോ എടുക്കലും അതുപോലെ ചെയ്യലും കൂടി ആവുമ്പം കുറച്ചൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ ലീഫും കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇനി അടുത്തത് ഇതിൻ്റെ ഈ മേൽഭാഗത്ത് കുറച്ച് നൂലൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പം ഫ്ലവർ യെല്ലോ അതുപോലെ ലീഫ് ഗ്രീൻ അല്ലേ, ആ 2 കളറിലുള്ള നൂല് തന്നെ എടുത്തിട്ട് ചുറ്റി കൊടുക്കുക. ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണ രംഗോലി എന്ന് പറയുന്ന ത്രെഡാണ്. അങ്ങനെ നൂലൊക്കെ ചുറ്റിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മളെ ബോട്ടില്. ആ ബ്ലൂവില് വരുന്ന കളർ കോമ്പിനേഷൻ, ബ്ലൂവില് ഗ്രീനും യെല്ലോയും കൂടെ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത്. അപ്പം മറ്റേ ഈ ചെറിയൊരു ബോട്ടിൽ ഞാൻ മെഡിസിൻ ബോട്ടിലാണ് അതിൽ ചെയ്ത് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നല്ല രസമല്ലേ കാണാൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ബോട്ടിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. എന്നാലേ ഞാനിനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. ഇത് നമ്മുടെ 41ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുന്നേ കുറേ പേപ്പർ ഫ്ലവേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ പോയി കാണുക. താങ്ക്